ഫ്രണ്ട് പേജ് കിട്ടിയിട്ടില്ല. ഇനി എപ്പോഴാ സെറ്റ് ചെയ്ത് പത്രം പ്രിന്റ് ചെയ്യുന്നത്? നമ്മുടെ പത്രം ഇന്ന് രാവിലെ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജി.കെ. സാർ വരുന്നുണ്ട്. ഫ്രണ്ട് പേജ്. വേഗം മറിച്ച് കൊടുത്തേക്കും. ന്യൂഡൽഹി ഡയറിയുടെ ആദ്യത്തെ പത്രം. ഫസ്റ്റ് എഡിഷൻ പ്രിന്റിംഗ് കഴിഞ്ഞു. ഏജന്റ്സ് എല്ലാം ആവേശം കൊണ്ടിരിക്കുകയാണ്. റിലീസ് ചെയ്യട്ടെ? നോ, ഇന്നത്തെ പത്രം ഫ്രീ. എല്ലാവരും ഫ്രീ ആയിട്ട് വായിക്കട്ടെ. ഏജന്റ്സിന്റെ കമ്മീഷൻ നമുക്ക് കൊടുക്കാം. നമ്മുടെ വണ്ടികൾ തന്നെ ഇന്നത്തെ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യട്ടെ. ഈച്ച് ആൻഡ് എവറി കോർണർ, എല്ലായിടത്തും. ഇന്ന് ഡൽഹി ഉണരുന്നത് നമ്മുടെ പത്രം കണ്ടുകൊണ്ടായിരിക്കണം. ഈ സെൻസേഷണൽ ന്യൂസ് കേട്ടുകൊണ്ടായിരിക്കണം. പത്രക്കെട്ടുകൾ അയച്ചു തുടങ്ങിക്കോളൂ. ശരി. गाड़ी उधर पार्क करो। പണിക്കർ സാർ ആളൊരു മൂർഖനാ. പണ്ടേ ചേട്ടനായ രസത്തിലല്ല. ഓ, അതൊക്കെ മാറിക്കാണും. ചേട്ടനും വളർന്നു, അയാളും വളർന്നു.
അല്ല എന്ത് ചോദിക്കും? എന്ത് ചോദിക്കാൻ? ഒക്കെ യൂഷ്വൽ. പാർട്ടിയുടെ കേരള പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയപ്പോ പണിക്കർ സാറിന് എന്ത് തോന്നുന്നു? അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സോവിയറ്റ് യൂണിയൻ പിന്മാറുമോ? ഗദ്ദാഫിയാണോ CIA ആണോ കൂടുതൽ അപകടകാരി? റബ്ബിഷ്. എന്തെങ്കിലും സെൻസേഷണൽ ന്യൂസ് ഉണ്ടെങ്കിൽ അത് വിശ്വനാഥിന്. ഈ ജാതി അലവരാതിയൊക്കെ നമുക്കും. ആരുടെ ഡൗട്ടാ? ആ Then okay, I will do it. Don't worry. Namaste. നമസ്കാരം. ന്യൂഡൽഹിയുടെ ആയിരുന്നല്ലേ? അതെ. GK-യുടെ സിസ്റ്റർ ആണ്. വരൂ വരൂ വരൂ. ശങ്കറിന് മനസ്സിലായില്ലേ? പിന്നെ ഉമാന്നല്ലേ പേര്? അതെ. ഇത് സുരേഷ്. ഓ, GK വരുമെന്നാ ഞാൻ കരുതിയത്. അല്ല, പുള്ളി വരില്ല. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പിണക്കമുണ്ട്. നിസ്സാര കാര്യമാ, ഒക്കെ പഴയ കഥയാ. ഞങ്ങളതൊന്നോ മറന്നു. GK അത് മറന്നു എന്തോ? 5-6 വർഷങ്ങൾക്ക് മുമ്പ് GK-ക്ക് ചെറിയൊരു മെന്റൽ ബ്രേക്ക് ഡൗൺ വന്നല്ലോ. ആ ഇടയ്ക്ക് ചെറിയൊരു കശവിശ. ഒക്കെ പോട്ടടോ. ആ, കുട്ടി ബ്രദർ ആളൊരു ഭയങ്കരനാ. ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് എന്തൊരു വളർച്ച. സർക്കുലേഷൻ വെച്ച് നോക്കിയാ ഇപ്പൊ നിങ്ങളിൽ നമ്പർ 2. അതെ. ഓ, ഇന്ന് ഇന്റർവ്യൂ ഒന്നും വേണ്ട മോളെ. ഞാനിന്ന് ഇവിടെ വന്ന് അഖിലേന്ത്യാ പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്തു. ഒന്നും സംഭവിച്ചിട്ടില്ല. കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. GK ക്ഷണിച്ചില്ലെങ്കിലും ഈ ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരും. GK-ക്ക് മാത്രമായി ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. അല്ലേ പണിക്കരേട്ടാ? അതെ അതെ. ആ, അതിരിക്കട്ടെ. ആരാ നിങ്ങളുടെ ഈ വിശ്വനാഥ്? ഒരു വിധത്തിൽ പറഞ്ഞാൽ അയാളാ നിങ്ങളുടെ പത്രം വളർത്തിയത്. പ്രധാനപ്പെട്ട എന്ത് അത്യാഗ്രഹം ഉണ്ടായാലും അയാൾ അവിടെ ഉണ്ട്. മറ്റാര് റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും വളരെ ഡീറ്റെയിൽ ആയിട്ടും ഭംഗിയായിട്ടും അയാൾ എഴുതുകയും ചെയ്യും. ആരാണ് അയാൾ? മലയാളിയാണോ? പാതി മലയാളി, അതായത് അമ്മ മലയാളി, അച്ഛൻ ജർമ്മൻ. ആ, അത് പറ. പാതി ഹിറ്റ്ലർ. ക്രോസ് അല്ലെങ്കിലും അങ്ങനെ നന്നായിരിക്കും. ഞങ്ങൾ ഇറങ്ങട്ടെ. നിൽക്കൂ രാംലാൽ. GK-ക്കാ ഒരു ഉത്തരേന്ത്യ സിസ്റ്റം. ഇവിടുത്തുകാരനായി പോയില്ലേ? വരട്ടെ. ഓക്കെ. കിഴവൻ വെച്ച് കത്തിക്കാണല്ലോ. 6:60. ഇയാള് പഴയ മാരക്കാൻ ഓട്ടക്കാരനാണെന്ന് തോന്നുന്നു. സ്പീഡ് കിട്ടോ? കടത്തി വിടുന്ന തോന്നുന്നു. നോക്കാം. സർ, we are from New Delhi Diary. नहीं, कोई अंदर नहीं जा सकता, स्पेशली प्रेस पीपल. സർ, ദിസ് ഈസ് മൈ ഐഡന്റിറ്റി കാർഡ്. सॉरी मैडम, वी कांट डू एनीथिंग. सिक्योरिटी बहुत स्ट्रांग है. सॉरी. ഇന്ന് ഈ കിളവൻ രാജാവിനെ എവിടെയും ഇട്ട് പിടിച്ചിട്ട് കാര്യം. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. വണ്ടി വിട്.